ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർമാനമായിട്ട് ബൈബിളിലെ ചില തുരുത്തികളെക്കുറിച്ച് പറയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിനാധാരമായിട്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൽ ഒന്നുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാവീദ് മലമുകൾ കടന്ന് കുറേ അപ്പുറം ചെന്നപ്പോൾ ശബത്തിൻ്റെ ഭൃത്യനായ സീബ കൂപ്പിട്ട് 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കുലയും 100 അത്തിയുടെയും ഒരു ഹല്ലേലൂയ തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിനെന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ച് വരുന്നവർക്ക് കുടിപ്പാനും തന്നെയെന്ന് പറഞ്ഞു. നമ്മളിവിടെ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മെബീശബത്തിൻ്റെ ഭൃത്യനായവൻ ദൈവത്തിന് സ്തോത്രം മരുഭൂമിയിൽ കൂടി ഉഴന്ന് നടക്കുന്ന ദാവീദും പടജനവും. നമുക്കറിയാം ദൈവത്തിന് അബ്ശാലോമിനെ പേടിച്ചിട്ട് ഹല്ലേലൂയ, തൻ്റെ സ്വന്തം പുത്രനെ പേടിച്ച് ഹല്ലേലൂയ ദാവീദ് രാജാവ് ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുക ഇവിടെ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ തനിക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചില കാര്യങ്ങളുമായിട്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മെബീശബത്തിൻ്റെ ഭൃത്യനായ സീബ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കുലയും 100 അത്തിയുടെ ഹല്ലേലൂയ ഒരു തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിനെന്ന് ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ പറയുകയാണ്, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി, വേദനയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മരുഭൂമിയിൽ നമ്മളെ സമൃദ്ധിയായി നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഇവിടെ പറയുകയാണ്, ഈ വീഞ്ഞ് എന്തിനെ കാണിക്കുന്നു? ഒരു തുരുത്തി വീഞ്ഞ് ഹല്ലേലൂയ എന്തിനെ കാണിക്കുന്നു? മരുഭൂമിയിൽ ക്ഷീണിച്ച്. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാൻ ഹല്ലേലൂയ ആണ് ഞാൻ വീഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാവീദും തൻ്റെ ജനവുമായിട്ട് മരുഭൂമിയിൽ കൂടി നടന്നു പോവുകയാണ്. ആര്? സ്വന്തം പുത്രനെ പേടിച്ചിട്ട് അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോകുന്ന മരുഭൂമിയിൽ കൂടി ഓടുന്ന ദാവീദിനെയും ജനത്തെയുമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ തനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തൻ്റെ ഭക്തൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അഭിഷക്തൻ ഹല്ലേലൂയ രാജാവായ ദാവീദ് ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ അവന് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിച്ചുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നിട്ട് പറയുന്ന ഇപ്രകാരമാ, തിന്മാൻ ഹല്ലേലൂയ എന്തിനൊക്കെയാണ്? കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാൻ, യാത്ര ചെയ്യുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഒത്തിരി അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാൻ, വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാനും തന്നെയെന്ന് പറഞ്ഞു. ദൈവത്തിന് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യമാണ്. നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടില്ലയോ? വേദനയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടില്ലയോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഹല്ലേലൂയ പുകയത്ത് വെച്ച തുരുത്തി എന്തുവാ? വേദനയുടെ അവസ്ഥ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ കഷ്ടതയുടെ പ്രതിസന്ധിയുടെ അവസ്ഥ. അവിടെയും നമ്മളെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇവിടെ പറയുകയാണ് മരുഭൂമിയുടെ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. അവിടെയും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. നീ ഏതവസ്ഥ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നീ ഏതവസ്ഥയിലായിരുന്നാലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാൻ വീഞ്ഞ്. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയിൽ ക്ഷീണിച്ച് തളർന്നവർക്കായിട്ട് കുടിപ്പാനുള്ള വീഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. അതുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. നമ്മുടെ തമ്പുരാൻ ആരാ പ്രിയമുള്ളവരെ? നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ 38-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്കവിടെ കാണുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. യോബിൻ്റെ പുസ്തകം 38. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 37-ാം അധ്യായം വരെ. ഹല്ലേലൂയ. നമുക്കറിയാം യോബിനെ കുറിച്ച്. യോബ് വലിയ കഷ്ടതയുടെ, വേദനയുടെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ ആശ്വാസത്തിന് പകരം കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് അവനെ വേദനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ ഞാൻ ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ എൻ്റെ ദേഹം ക്ഷയിച്ചു പോയെന്നാലും ഞാൻ പൊന്നുപോലെ ഹല്ലേലൂയ ഞാൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ടെന്ന് യോബ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 38-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം തമ്പുരാൻ നേരിട്ട് യോബിനോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, ദൈവത്തിന് സ്തോത്രം. ആ 1 മുതലായ വാക്യങ്ങൾ ദൈവം തമ്പുരാൻ ചുഴലിക്കാറ്റിൽ കൂടി യോബിനോട് സംസാരിക്കുക. അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ, ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നവനാർ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം. ഇവിടെ ആകാശത്തിലെ തുരുത്തി, ദൈവത്തിന് സ്തോത്രം, തൻ്റെ ജനത്തിന് വേണ്ടി ആകാശത്തിലെ തുരുത്തികളെ ചരിച്ചിട്ട് ഹല്ലേലൂയ തനിക്ക് തൻ്റെ ജനത്തിന് വേണ്ടി കുടിപ്പാൻ കൊടുത്തവനാർ. ഹല്ലേലൂയ. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തവനാർ. മരുഭൂമിയിൽ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അവർ ഹല്ലേലൂയ ദൈവസനെ നിലവിളിച്ചു അപ്പത്തിന് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി. എന്നാൽ നമുക്കറിയാം സ്വർഗം തുറന്നു, സ്വർഗത്തിൽ നിന്ന് മന്ന അവർക്ക് കൊടുത്തെന്നാണ് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവരനേക സന്ദർഭങ്ങളിൽ പിറുവൃത്തി അനുഭവം ഉണ്ടായി. എന്നാൽ ഇവിടെയും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപെടുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചി കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. മിസ്രയീമിൽ വെച്ച് ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യിൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിലെ ഹല്ലേലൂയ തുരുത്തിയെ ചരിച്ചവനാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആകാശത്തിലെ തുരുത്തികളെ ചരിച്ചിട്ട് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിപ്പാനുള്ള അപ്പത്തെ അവിടുന്ന് വർഷിപ്പിച്ചു കൊടുത്തെന്ന്. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവത്തിൻ്റെ പദ്ധതി. എൻ്റെ ജനത്തിന് വേണ്ടത് ദൈവം കൊടുക്കുവാൻ ശക്തനാ. ഇവിടെ നമ്മൾ കണ്ടു, മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഹല്ലേലൂയ തുരുത്തിയിൽ വീഞ്ഞുമായി ഹല്ലേലൂയ കടന്നു വന്ന ഭൃത്യൻ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് കുടിപ്പാൻ വീഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആകാശത്തിലെ തുരുത്തിയെക്കുറിച്ച് കാണിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അതിനെ ചരിച്ചവൻ ആരെന്ന ദൈവം തമ്പുരാൻ അവിടെ ഹല്ലേലൂയ. അതുപോലെ തക്ക സമയത്ത് തൻ്റെ ജനത്തിന് വേണ്ടി മഴയെ ആകാശത്തുനിന്ന് ഒരുക്കുന്നവൻ നമ്മുടെ കർത്താവ് തമ്പുരാൻ. നമ്മൾ മറന്നു പോകരുത്. വേണ്ട സമയങ്ങളിൽ അതാത് സന്ദർഭങ്ങളിൽ വേണ്ടത് അതാത് സമയത്ത് സന്ദർഭങ്ങളിൽ ഒരുക്കി തരുന്നവനാ നമ്മുടെ തമ്പുരാൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര അർത്ഥവത്തായ വാക്യമാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ ലാസ്റ്റിലൊരു വാക്യമുണ്ട്, കാക്ക കുഞ്ഞുങ്ങൾക്കും ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീനെത്തിച്ചു കൊടുക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നവനാണ്. ആകാശത്തിലെ തുരുത്തികളെ തുറന്നിട്ട് ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിപ്പാനുള്ള, അത്രയും ജനത്തിന് ഭക്ഷിപ്പാനുള്ള മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് എത്ര വർഷം വർഷിപ്പിച്ചു വന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെത്ര വർഷം ആ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തത്. 40 വർഷമോ 40 വർഷവും അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന സ്വർഗത്തിൽ നിന്ന് കൊടുത്തെന്ന് ദൈവത്തിന്. അതാ ദൈവത്തിൻ്റെ പദ്ധതി. തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് അതാത് സമയങ്ങളിൽ കൊടുക്കുന്നവനാണ് നമ്മുടെ
തമ്പുരാൻ നാം മറന്നു പോകരുത്. കർത്താവ് മരുഭൂമിയുടെ അവസ്ഥയായിരുന്നാലും അവിടെയും നമുക്ക് വേണ്ടത് ഒരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഏതവസ്ഥയിലായിരുന്നാലും കണ്ണുനീരിൻ്റെ വേദനയുടെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഒരുക്കുന്ന ഒരുവനുണ്ട്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറക്കല്ലേ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഹല്ലേലൂയ. നല്ല വചനം ഞങ്ങൾക്ക് തന്നതിനോ സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗ അനുഗ്രഹങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ. വലിയ വിടുതൽ എല്ലാവരുടെ മേലും അയക്കണമേ. സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.